അവന്റെ മറ്റൊരു സുപ്രധാനമായ പേരാണ് മുമീത്ത് എന്നത്. മരിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ നേരാർത്ഥം. അല്ലാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും വളർത്തുന്നതും ഭക്ഷണം നൽകുന്നതും വായു നൽകുന്നതും ഇതെല്ലാം അല്ലാഹു. സംഹരിക്കുന്നതും അല്ലാഹു തന്നെയാണ്. തുടങ്ങിയവൻ തന്നെയാണ് ഒടുക്കുണ്ടാക്കുന്നത്. അത് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഈ പ്രപഞ്ചത്തിന്റെയും ഒക്കെ അങ്ങനെയാണ്. ഒരു വേള അല്ലാഹു മുമീത്തായി ഇപ്പോഴും നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സെക്കൻഡിലും മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിന്റെ ലാസ്റ്റ് പണി മാത്രമാണ് അസ്രായിൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ എന്നാണ്. നബിയെ, നിങ്ങളും മയ്യിത്താണ്, ഓലും മയ്യിത്താണ്. ജനിച്ചയിടം മുതൽ മരണം തുടങ്ങി ഓരോ പാർട്സുകൾക്ക് ബലം കുറഞ്ഞു, പ്രത്യേകിച്ച് പ്രായം കൂടുന്ന അനുസരിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ കാഴ്ച മരിക്കാൻ തുടങ്ങി, ചെവിടിന്റെ കേൾവി മരിക്കാൻ തുടങ്ങി, നരമ്പുകൾ ഫലം മരിക്കാൻ തുടങ്ങി, മുടികളുടെ കളറുകൾ മാറി. ആ നിലയിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലാസ്റ്റ് പണി മാത്രമാണ് അസ്രായിൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ മുമീത്ത് എന്നത് സദാ നമ്മളിൽ ആ ഇസ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഹി എന്നതും മുമീത്ത് എന്നതും ഒറ്റ ആയത്തിൽ അത്ഭുതകരമായി മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم لبعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ഇവിടെ വിഷയങ്ങൾ പൂർത്തിയാക്കിയിട്ട് അള്ളാഹു പറയുകയാണ്. ഈ ഒരൊറ്റ ആയത്ത് മതി ലോകത്ത് ഏത് സമ്മേളനങ്ങളിലും സെമിനാറിലും പോയി മനുഷ്യന്റെ ആരംഭവും അവന്റെ അവസാനവും അവന്റെ ഇടയിലുള്ള വ്യത്യസ്ത ഘട്ടങ്ങളും ഒറ്റ ആയത്തിലൂടെ സുഖസുന്ദരമായി ലേഖനം അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും കഴിയും. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. ഞാൻ ഏതോ ഒരു പ്രസംഗത്ത് പറഞ്ഞപ്പോ അതിനൊക്കെ കളിയാക്കുന്ന യുക്തിവാദികളുണ്ട്. മണ്ണിന്റെ സത്തയെന്നോ, അതെങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട്. മണ്ണിന്റെ സത്ത മനുഷ്യനിലുണ്ട്. ആദം അലൈഹിസ്സലാം മാത്രമൊന്നുമല്ല. അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റുള്ളൊന്നും ശരിയല്ല എന്നൊക്കെ കുതിരകാരി പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു ഹദീസിലുണ്ടല്ലോ, എല്ലാ ഹദീസുകളും വിലയിരുത്തിയിട്ട് മഹാന്മാര് പറയുന്നത് ഒരു മനുഷ്യന്റെ ഖബർ എവിടെയാണോ അവിടെയായിരിക്കും അവന്റെ ശരീരം നിർമ്മിക്കപ്പെടാൻ അള്ളെടുത്ത മണ്ണിന്റെ പോയിന്റ് ഉള്ളത് എന്നാണ്. എന്റെ ശരീരത്തിന് മണ്ണ് ആവശ്യമുണ്ടായിട്ടുണ്ട്. ആ മണ്ണ് അള്ളാഹു എവിടെ നിന്നാണോ നിശ്ചയിച്ചത് ഞാൻ അവിടെയായിരിക്കും ഖബറിൽ കിടക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന മദീനക്ക് വളരെ ശ്രേഷ്ഠത വന്നത്. കാരണം ആ സ്ഥലത്തുള്ള മണ്ണെടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ചില മഹാന്മാർ ഇങ്ങനെയും പറയുന്നുണ്ട്, മക്കത്തെ മണ്ണെടുത്തിട്ടാണ് സൃഷ്ടിച്ചത്. പിന്നെ ഇപ്പൊ മദീനത്ത് കിടക്കാൻ കാരണം എന്താ വെച്ചാൽ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പ്രളയം ഉണ്ടായപ്പോ ആ പോയിന്റിലുള്ള മണ്ണ് ഒഴുകിയിട്ട് എത്തിയത് അവിടെയാണ്. അപ്പൊ ആ മണ്ണിന്റെ ബാക്കി കിടക്കുന്നത് ഇപ്പൊ തങ്ങൾ കിടക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ കിടക്കേണ്ടി വന്നത്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ആകെ ചുരുക്കം മനുഷ്യ ശരീരത്തിൽ മണ്ണിന്റെ അംശമുണ്ട്, അതിലൊരു സംശയമില്ല. പിന്നെ അത് ശാസ്ത്രം പഠിച്ച അതിന്റെ പൂജകന്മാരായി വലിയ വിജ്ഞന്മാരായി ചമഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അവര് പറയും ഈ ക്ലോണിങ് യുഗല്ലേ, ക്ലോണിങ് യുഗമാകുമ്പോ പിന്നെ ക്ലോണിങ് സെല്ലിൽ നിന്നാണല്ലോ, പിന്നെ മണ്ണിൽ നിന്നാന്ന് പറയില്ല. എന്താ അർത്ഥമുള്ളതെന്ന് ചോദിക്കും. ക്ലോണിങ്ങിലൂടെ ഒക്കെ മനുഷ്യൻ നിർമ്മിക്കുന്ന കാലത്ത് മണ്ണിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അത് വിരോധാഭാസല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നാലും മണ്ണ് തന്നെയാണ്. കാരണം മനുഷ്യ ശരീരത്തിലെ സെല്ലെടുത്തിട്ടാണ് ക്ലോണിങ് നടത്തുന്നത്. അല്ലെങ്കിൽ ആടിന്റെ ഈ സെല്ലെടുത്തിട്ടാണ്. ഇത് എവിടുന്നുണ്ടായതാണ്? മനുഷ്യന്റെ ശരീരത്തിലാണ്.
മനുഷ്യ എവിടെ നിന്നുണ്ടായതാണ്? ശുക്ലത്തിൽ നിന്നുണ്ടായത്. ശുക്ല എവിടെ നിന്നുണ്ടായതാണ്? മജ്ജയിൽ നിന്നുണ്ടായത്. മജ്ജ എവിടെ നിന്നുണ്ടായതാണ്? മാംസത്തിൽ നിന്നുണ്ടായത്. മാംസം എവിടെ നിന്നുണ്ടായതാണ്? മേധസ് അതിൽ നിന്നുണ്ടായത്. മേധസ് എവിടെ നിന്നുണ്ടായതാണ്? രക്തത്തിൽ നിന്നുണ്ടായതാണ്. രക്തം എവിടെ നിന്നുണ്ടായതാണ്? കഴിച്ച ഭക്ഷണത്തിൽ നിന്നുണ്ടായതാണ്. കഴിച്ച ഭക്ഷണം എവിടെ നിന്നുണ്ടായതാണ്? മണ്ണെന്നുണ്ടായതാണ്. എന്തായാലും തർക്കം. മണ്ണെന്നുണ്ടായതെന്ന് പറഞ്ഞാൽ മണ്ണെന്നുണ്ടായത് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല, അത് മാറൂല. പിന്നെ അള്ളാഹു പറയുന്നത് സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാറിൻ മക്കീൻ. പിന്നെ നമ്മൾ അതിനൊരു ബീജാംശമായി സുരക്ഷിത വലയത്തിൽ വെച്ചു എന്നാണ്. അത് ആ സുരക്ഷിത വലയം എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിനെ കുറിച്ചാണ്. ഇനിയിപ്പോ ടെസ്റ്റ് ട്യൂബ് ശിശു ആണെങ്കിലും നമുക്ക് സുരക്ഷിത വലയം എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. സുമ്മ ഖലഖൻ നുത്ഫത അലഖ. ഞാനൊന്ന് വിശദാംശം പറയില്ല. തുമ്മ അത് ഓരോ ഘട്ടങ്ങളാണ് പറയുന്നത്. തുമ്മ ഖലഖൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമൻ. ഓ, എന്തൊരു മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഫകസൗനൽ ഇളാമ ലഹ്മ. പിന്നെ എല്ലിനെ മാംസം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കവർ ചെയ്യും, പൊതിയുന്നതാണ്. കസ കുപ്പായിടുന്നതിനാണ് പറയാ. പുതിയ ഷർട്ടും തുണിയൊക്കെ ഇടുകയാണെങ്കിൽ ചെല്ലൽ സുന്നത്തുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. പുതിയ കുപ്പായ ഇടുമ്പോൾ ചെല്ലൽ സുന്നത്തുള്ള ദിക്റാണ്. അപ്പൊ കസ അങ്ങനെ കവർ ചെയ്യുക കുപ്പായിടും പോലെ. എന്തൊരു സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ. അവിടെയാണ് ജീവൻ വരുന്നത്. പിന്നെ അതുകൊണ്ട് നമ്മൾ വേറൊരു പണി കിട്ടിയെന്നാണല്ലോ. എന്താന്ന് നമ്മളോട് പറഞ്ഞില്ല. കാരണം യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ആ ഘട്ടം കഴിഞ്ഞു. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. അവിടെയാണ് മുമീത്ത്. പിന്നെ നിങ്ങൾ മയ്യിത്താവും. അല്ലാഹ് മുമീത്തായി പ്രവർത്തിക്കും. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅതൂൻ. മയ്യിത്തായി കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി പുനരുദ്ധരിപ്പിക്കപ്പെടുന്നവരാ. ഇവിടെ ഇപ്പോ നിങ്ങൾ നോക്കൂ, ഇതില് 9 വിഷയങ്ങൾ അല്ലാഹ് പറഞ്ഞു. അതിൽ 7 മോഡേൺ സയൻസിന് തർക്കമില്ല. ഇന്നത്തെ സയൻസിന് തന്നെ തർക്കമില്ല. ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യന്റെ പ്രകൃതിയിൽ മണ്ണുണ്ട്, അതിന്റെ മൂലകണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാറിൻ മക്കീൻ. അതിലും തർക്കമില്ല. കാരണം മനുഷ്യന്റെ ഉൽപാദനം ഗർഭത്തിൽ നിന്നാണെന്ന് ആരാ സമ്മതിക്കാത്തത്? സുമ്മ ഖലഖൻ നുത്ഫത അലഖതൻ. അതിലും തർക്കമില്ല. സുമ്മ ഖലഖനൽ അലഖത മുദ്ഗതൻ. അതിലും തർക്കമില്ല. ഈ മുദ്ഗത്ത് എന്നുള്ള വാക്ക് ചിന്തിച്ചിട്ടൊക്കെ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ വരെയുണ്ട്. സുമ്മ ഖലഖനൽ മുദ്ഗത ഇളാമൻ. അതിലും തർക്കമില്ല. സുമ്മ കസൗനൽ ഇളാമ ലഹ്മ. അതിലും തർക്കമില്ല. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. ജീവൻ കിട്ടിയെന്നുള്ളതിലും തർക്കമില്ല. പിന്നെ തർക്കമുള്ളതിലാന്നറിയോ? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. അതിലും തർക്കമില്ല. മരിക്കുന്നതിന് ശാസ്ത്രത്തിന് തർക്കമുണ്ടോ? മരിക്കൂല നിന്നുവരെ ശാസ്ത്രം പറഞ്ഞിട്ടില്ല. ഒറ്റ വിഷയത്തിലെ ഖുർആൻ പറഞ്ഞ 9 കാര്യത്തിൽ ശാസ്ത്രം തർക്കിച്ചിട്ടുള്ളൂ. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅതൂൻ. അതിലാണ് ഇപ്പൊ തർക്കമുള്ളത്. നിങ്ങൾ ചിന്തിച്ചേക്ക്, ഒരായത്തിൽ 9 വിഷയം പറഞ്ഞിട്ട് 8 അംഗീകരിച്ചാൽ പിന്നെ 9ാമത്തെ കൊണ്ട് അംഗീകരിക്കല്ലേ ബുദ്ധി? അതിൽ മാത്രം തർക്കിച്ചിരിക്കണം. അല്ലാഹു തആല പിന്നെ പറഞ്ഞു സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅതൂൻ. ഒക്കെ കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാൾ നിങ്ങളെ രണ്ടാമത് എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോ മൂപ്പൻ പറഞ്ഞു ഹാദാ ഫിറാഖു ബൈനിയോ ബൈനിക. ഇവിടെ നമുക്ക് പിരിയാന്ന് പറഞ്ഞു. ഇതിന്റെ പേരാണോ ബുദ്ധി? 9 കാര്യം അല്ലാഹു തആല പറഞ്ഞത് ഈ കാര്യം പറയാനാ. 9ാമത്തെ കാര്യം പറയാനാ 8ഉം പറഞ്ഞത്. പക്ഷെ അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു അവിടെ നമ്മളില്ല, അത് നിങ്ങൾ എടുത്തോളി. നമ്മൾ പറഞ്ഞു 9 കാര്യം പറഞ്ഞ പഠിച്ചോന് 8 ശരി, 1 തെറ്റും പറയില്ല. 9 ശരിയല്ല. ഒരൊറ്റ ആയത്തിൽ അള്ളാഹു നടത്തിയ അത്ഭുതകരമായ പ്രചരണമാണ്. ഒറ്റ ആയത്തിൽ. അപ്പൊ അള്ളാഹു ആണ് ജീവിപ്പിക്കുന്നത്, അള്ളാഹു ആണ് മരിപ്പിക്കുന്നത്. പിന്നീട് രണ്ടാമത് കൊണ്ടുവരുന്നതും അള്ളാഹുവാണ്. ആ മുമീത്ത് അത് നമ്മുടെ ഓരോ ആളുകളുടെയും ശരീരത്തിൽ നടന്നേ തീരൂ. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം.
അത് മാത്രം ശേഷിക്കും, മറ്റുള്ളവരൊക്കെ മരിക്കും. ആ മുമീത്ത് എന്ന ഇസ്മ നമ്മളിൽ ഔദ്യോഗികമായി അവസാനമായി പ്രവർത്തിക്കുന്ന സമയത്ത് മുഹീ എന്ന ഇസ്മ നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആ ജീവി എങ്ങനെയാണോ അള്ളാഹു നമുക്ക് ഔദാര്യമായി കനിഞ്ഞത് അത് തിരിച്ചു കൊടുക്കുമ്പോ അതേപോലെ കേടുപാടുകൂടാതെ കൊടുക്കണം. അതിന് മുഹീനെയും മുമീത്തിനെയും മനസ്സിലാക്കിയിട്ട് ദിക്റല്ല, മനസ്സിലാക്കിയിട്ട് ചെല്ലണം. സംഗതി മനസ്സിലാക്കാതെ ചെല്ലരുത്. മഅബൂദിനെ തിരിയാതെ ദിക്റല്ലാതെ രസം കിട്ടൂല. മഅബൂദിനെ തിരിഞ്ഞിട്ട് ചൊല്ലിയാൽ രസം കിട്ടും. അപ്പൊ മഹബത്തും വരും. ഈസാ അലൈഹി ഇസ്ലാം ഒരിക്കലും ഒരു വഴിയിലൂടെ ഒരു മനുഷ്യരുന്നിട്ട് ഇങ്ങനെ ദിക്റല്ലുണ്ട്, അയാൾക്ക് ദിക്റിന്റെ രസം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം അവിടെ തോരുന്നു, പഠിച്ചോനെ നിന്നെ തിരിഞ്ഞ് രസം എടുത്തിട്ട് ദിക്റല്ലാനുള്ള ഒരു ഭാഗ്യം കൊടുക്കണേ എന്ന്. തിരിച്ചു വരുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ ഭൂമിയൊലുക്കം ഉണ്ടായിട്ട് എല്ലാ വീടുകളും തകിടും പറഞ്ഞ് കുറെ ഭൂമിന്റെ അടിക്ക് പോയിട്ടുണ്ട്. കുറെ മനുഷ്യന്മാരെ ഭൂമിന്റെ അടിക്ക് പോയിട്ടുണ്ട്. അതൊന്നും പോയി നമുക്ക് അത്ഭുതമല്ല. പഴയ കാലത്ത് ഇങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോ നമുക്കൊരു അത്ഭുതമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നുള്ള സംശയത്തിൽ ഒരു വേള ആശങ്കയിലൊക്കെ കേട്ടിരുന്ന കാലുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അത് സാർവത്രികമായിട്ട് സംഭവിക്കുന്നതുകൊണ്ട് അത്ഭുതമില്ല. വാർഷിക പ്രളയത്തിന്റെ നാടായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. വാർഷിക പ്രഭാഷണമല്ല, വാർഷിക പ്രളയം. ഇനി അടുത്തതിനും പ്രതീക്ഷിക്കാം. അപ്പൊ അതൊന്നായിട്ട് തകിടം പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോ ഇരുന്ന് ദിക്റില്ലെന്ന് ആ മനുഷ്യനും കാണാനില്ല. അപ്പൊ ഈസാ അലൈഹി സ്വലാം അവിടെ ഒന്നായിട്ട് ഇങ്ങോട്ട് പരത്തിയപ്പോ ഒരു വിണ്ട് കീറി കിടക്കുന്ന കുഴിയിലുണ്ട് ഈ മനുഷ്യൻ ചാടിക്കിടക്കുന്നത്. ഭൂമി വലിയപ്പോഴേ ആ ഒരു വിടവിൽ ഇയാൾ ചാടിക്കിടക്കുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് ദിക്റല്ല. ഈസാ അലൈഹി സ്വലാം ബാക്ക് പോയിട്ട് കുറെ വിളിച്ചു, ഒരനക്കമില്ല. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ പിടിച്ച് കുലിക്കിയാലും മൂപ്പരറിയില്ല. കാരണം നിങ്ങൾ ആ ദുആ നടത്തിയോടുകൂടി നമ്മളോടുള്ള മഹബത്ത് അയാളെ കൽബിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിടിച്ച് കുലിക്കിയാലും അയാൾ അറിയില്ല. കാരണം അയാൾ ഇപ്പൊ ദിക്റിന്റെ രസത്തിലാണുള്ളത്. സുബ്ഹാനല്ലാഹ്. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാം മുഹമ്മദ് മുസ്തഫ. എനിക്ക് നിങ്ങളെ ദുന്യാവെന്ന് ഏറ്റവും ഇഷ്ടപ്പെടുത്തപ്പെട്ടത് എന്റെ ഭാര്യമാരും അത്തറും ഒക്കെയാണ്. പക്ഷെ എനിക്ക് പരമാനന്ദം എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കാൻ കയ്യെട്ടിയാലാണ് എന്ന് പരിശുദ്ധ റസൂൽ. എന്താ നമുക്ക് ഈ ആനന്ദം കിട്ടാത്തത്? ഉർവത്ത് ഇബ്നു സുബൈർ എന്നുള്ളൊരു മഹാൻ, അവരുടെ കാലിന്റെ മുട്ടിന് ക്യാൻസർ, അന്നത്തെ രീതിയിലൊരു ക്യാൻസർ വന്നു. വൈദ്യര് പറഞ്ഞു മുട്ട് കട്ട് ചെയ്യണമെന്ന്. മുട്ടിങ്ങനെ കട്ട് ചെയ്യണമെന്ന്. അന്ന് ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളോ ഒന്നുമില്ലല്ലോ. ധരിപ്പിക്കലും അബോധാവസ്ഥയിലാക്കലും അങ്ങനത്തെ ഇന്നത്തെ ശാസ്ത്രീയ സംവിധാനോ എളുപ്പമുള്ള സർജറി ഒന്നും ഇല്ലാത്ത കാലാണ്. ആ പച്ചക്ക് വന്നിട്ട് വെട്ടി മുട്ട് മുറിച്ചെടുക്കുക, എന്നിട്ട് അവിടെ മരുന്ന് വെച്ച് കെട്ടുക. അതാണ്. അപ്പൊ വൈദ്യര് സാധനങ്ങളൊക്കെ ഏറ്റു വന്നു, കത്തിയും സാധനമൊക്കെ ഏറ്റു മുട്ട് കട്ട് ചെയ്യാൻ വേണ്ടി. ഇതുകൊണ്ട് വെട്ടിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ പാനീയം കൈ കൊടുത്ത് കുടിച്ചാളിന്ന് ഉർവത്തിനോട് റളിയല്ലാഹു. എന്താ അതെന്ന് വെച്ചു. ഇതിങ്ങനെ ആൽക്കോൾ കലർത്തിയിട്ടുള്ള ഒരു സൈസ് വെള്ളമാണ്. അത് കുടിച്ചാൽ ഒരു മയക്കം വരും. അപ്പൊ വേദന അറിയില്ല. ലഹരിന്റെ അംശം കലക്കിയ വെള്ളാണെന്ന് പറഞ്ഞു. അതെനിക്ക് വേണ്ടായിരുന്നു, അതെനിക്ക് വേണ്ട. കള്ള് കലക്കിയ വെള്ളോ എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല. ഇത് മുട്ട് കട്ട് ചെയ്യുന്ന വിഷയമാണ്. ഇറച്ചിക്കാണ് വേദന, മാഞ്ഞാളാണ് പോകുന്നത്. മര്യാദ കുടിച്ചാൽ ഞാൻ കുടിക്കൂല. അപ്പൊ കൂടെ ഉള്ളവര് പറഞ്ഞു, മൂപ്പര് ഒന്നും അറിയാതിരിക്കലല്ലേ നിങ്ങളെ ഉദ്ദേശം? അത് നിസ്കാരത്തേക്ക് കയ്യെട്ടിയാ മുറിച്ചാൽ മതി, അപ്പൊ അറിയില്ല. ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, അവര് അള്ളാന്റെ ഇസ്മല്ലും അപ്പം മുറിച്ചാൽ മതി, അപ്പൊ അറിയില്ല. അപ്പൊ ഉറുവത്തോ യുഹല്ലിലോ, ഉറുവത്ത് ഇങ്ങനെ ദിക്റല്ലാൻ തുടങ്ങി. ഡോക്ടർ ഇങ്ങനെ കട്ട് ചെയ്യാൻ തുടങ്ങി. മുട്ട് കട്ട് ചെയ്ത് പൊട്ടിച്ച് ചിരട്ട പൊട്ടിച്ചെടുത്തിട്ട് ഇത് വലിച്ചൂരി എടുത്തിട്ടും മൂപ്പര അറിഞ്ഞില്ല. കാരണം മൂപ്പര അള്ളാന്റെ ദിക്റിലേക്ക് അങ്ങോട്ട് ഫനായി. കാരണം മഅബൂദിനെ തിരിഞ്ഞ ആളാണ്. ആരാണ് മുഹീ, ആരാണ് മുമീത്ത്, ആരാണ് മഅബൂദ് എന്ന് തിരിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പരമാനന്ദം ഈ ദുന്യാവിൽ വേറല്ല. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത. അള്ളാനെ പേടിക്കേണ്ടതുപോലെ പേടിച്ചാൽ 2 ജന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ ചില മഹാന്മാരുടെ ഭാഷയിൽ ഒരു ജന്നത്ത് ദുന്യാവിൽ തന്നെ. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒരു അർത്ഥം അതാണ്. കാരണം എന്താ? തിരിഞ്ഞിട്ട് ദിക്ർ ചെല്ലുമ്പോ വല്ലാത്ത രസം.
തിരിഞ്ഞിട്ട് സുജൂദ് ചെയ്യുമ്പോ വല്ലാത്ത രസാണ്. റബ്ബിനെ തിരിഞ്ഞിട്ട് ഇരുന്നിട്ട് ദിക്ർ ചെല്ലുമ്പോ വല്ലാത്ത രസാണ്. ആ രസം ഒരു സ്വർഗം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നൊക്കെ പറഞ്ഞു. നമുക്ക് രസമില്ലാത്ത എന്താ വെച്ചാൽ നമുക്ക് ഇതൊന്നും ഇടപാട് സംഗതി തിരിഞ്ഞിട്ടില്ല. അതാണ് രസം പറഞ്ഞത്. തിരിഞ്ഞ രസം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കി ദിക്ർ ചെല്ലാൻ നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات واغفر لنا ولمن دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة ولجميع المؤمنين والمؤمنات. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه. اللهم يسر أسيرنا وسهل أمورنا وقض ما في ضمائرنا.